ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഹോളിഡേ ആണ്. ഞങ്ങളൊന്ന് പുറത്തിറങ്ങാമെന്ന് കരുതി. ഇവിടെ പൂനെയിൽ ഒരുപാട് ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് വൺ ഓഫ് ദ ഫേമസ് ഷോപ്പിംഗ് സ്ട്രീറ്റ് ഇൻ പൂനെ, തുൾസി ബാഗ് അഥവാ തുൾസി ബാഗ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സൊസൈറ്റി. ഇപ്പോൾ സമയം 3 മണിയായി. ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് വെയിലൊക്കെ ഒന്ന് താന്നിട്ട് ഇറങ്ങാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ മെട്രോയിലാണ് പോകുന്നത്. അപ്പോൾ ഞാനിത് എൻ്റെ ടിക്കറ്റ് സ്കാൻ ചെയ്യാണ്. ഇത് ഓപ്പൺ ആവാൻ കുറച്ചൊന്ന് ടൈം എടുത്തു ഗൈസ്. ഓക്കെ, ഓപ്പൺ ആയി. അപ്പോൾ ഞങ്ങളുടെ കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ട്, ഇമയും അതുലേട്ടനും. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ വരുന്നത് 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. സമയം ഇതാ 4 മണിയാകുന്നു. അപ്പോൾ ഞങ്ങൾ എസ്കലേറ്ററിൽ കയറി പ്ലാറ്റ്ഫോമിലെത്തി. ഒരു 3 മിനിറ്റിനുള്ളിൽ ട്രെയിൻ വരും. അപ്പോൾ ഞങ്ങളിതാ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇതാ ട്രെയിൻ വന്നു. അപ്പോൾ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ട്രെയിൻ അത്യാവശ്യം കാലിയായിരുന്നു തന്നെ പറയാം. അപ്പോൾ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. ഞങ്ങൾ നല്ല സുഖസുന്ദരമായിട്ട് ഇരുന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞങ്ങൾ പൂനെ മെട്രോയിൽ കയറുന്നത്. അപ്പോൾ ഞങ്ങളിതാ ട്രെയിൻ ഇറങ്ങി ഒരു ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ നടക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു ഓട്ടോ എടുക്കണം. എന്നിട്ടൊരു 5 മിനിറ്റ്സിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ സ്ട്രീറ്റിലേക്ക്. അപ്പം ഞങ്ങളിതാ തുൾസി ബാഗിലെത്തി. അപ്പോൾ ഇമ്മക്കുട്ടി എന്താണ് വാങ്ങേണ്ടതെന്ന് ആലോചിച്ച് ഇങ്ങനെ തിരഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഡ്രസ്സാണെങ്കിലും ജ്വല്ലറി ആണെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, അതും നല്ല അഫോർഡബിൾ പ്രൈസിന്. പക്ഷെ ഞങ്ങൾ വന്നത് ഈദിൻ്റെ അന്നാണ്, സാറ്റർഡേ സൺഡേ ഒന്നുമല്ല. അപ്പോൾ ഈദ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അടുത്ത ആഴ്ച വിഷു. അപ്പം ഇവിടെ പൂനെയിലാണെങ്കിലും ഒരുപാട് മലയാളീസ് ഉണ്ട്. അപ്പോൾ ഈദിൻ്റെ വിഷുവിൻ്റെ ഒക്കെ തിരക്ക് കാരണം ഞങ്ങൾക്ക് ഡ്രസ്സിൻ്റെ അങ്ങോട്ടൊന്നും അടുക്കാൻ തന്നെ പറ്റിയില്ല. അപ്പം 1-2 ഷോപ്പിൽ ഞങ്ങൾ പോയി നോക്കി. പക്ഷേ ഞങ്ങൾക്ക് മര്യാദയ്ക്കൊന്നും സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഡ്രസ്സൊക്കെ നമുക്ക് കുറച്ച് ടൈം എടുത്തൊന്ന് സെലക്ട് ചെയ്യണമല്ലോ. അപ്പം ഞങ്ങൾ കരുതി ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി വേറൊരു ദിവസം വരെ ഇപ്പോൾ തൽക്കാലം കുറച്ച് ജ്വല്ലറി മാത്രം വാങ്ങിയിട്ട് വീട്ടിൽ പോകാമെന്ന്. അപ്പോൾ ഇതാണ് ഞാൻ തുൾസി ബാഗിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ജ്വല്ലറി. അധികമൊന്നുമില്ല, വളരെ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. മെയിനായിട്ട് ഇയറിങ്സ് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് ഇയറിങ്സ് കുറച്ച് ക്രേസുള്ള കൂട്ടത്തിലാണ്. അപ്പം ഞാൻ കുറച്ച് ഇയറിങ്സ് വാങ്ങിയിട്ടുണ്ട്. കൂട്ടത്തിൽ 2 നെക്ലേസ് ഉണ്ട്. അപ്പം ഓരോന്നും ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് തന്നെ എടുത്ത് കാണിച്ചു തരാം. ഇയറിങ്സും നെക്ലേസ് ആണെങ്കിലൊക്കെ ഇതൊക്കെ വളരെ റീസണബിൾ പ്രൈസിനാണ്. എനിക്ക് തോന്നുന്നു ഒരു 30-35 റേഞ്ചിലാണ് വാങ്ങിയിട്ടുള്ളത്. അതിൽ ഒരെണ്ണം മാത്രം, ഇത് ഈ ഒരു ആൻറ്റിക് ജുംക്കാണില്ലേ, ഇത് മാത്രമാണ് ഒരു 100 റുപ്പീസിൻ്റെ വരുന്നത്. ബാക്കിയുള്ളതൊക്കെ 40 ബിലോ ആണ്. പിന്നെ നെക്ലേസിന് വരുന്നത് 120 റുപ്പീസാണ്. അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് നാട്ടിലധികം കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി കളക്ഷൻസ് ആണ്. അപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ എല്ലാം ഞാനൊന്ന് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാം. ഇത് നമുക്ക് വെസ്റ്റേൺ ടോപ്സിനൊക്കെ നമുക്ക് സ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇയറിംഗ് ആണ്. ഇത് വരുന്നത് ഒരു മയിൽപ്പീലി വരുന്ന ഒരു സിൽവർ കളർ ജുമുക്കയാണ്. പിന്നെ ഇതൊരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ഒരു പേൾസ് വരുന്ന ഒരു ജുമുക്കയാണ്. പിന്നെ അടുത്തതൊരു സിൽവറിൻ്റെ ജുമുക്കയാണ്. ഇതൊക്കെ ഒരു മീഡിയം സൈസ് ജുമുക്കയാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ ഇതാണ് 100 റുപ്പീസിൻ്റെ ആൻറ്റിക്ക് ജുമുക്ക പേൾസ് വരുന്നത്. ഇത് ഞാൻ വിഷുവിൻ്റെ അന്ന് വിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു നല്ലൊരു ലോങ് ഇയറിംഗ് ആണ്. എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി, നാട്ടിലൊന്നും കണ്ടിട്ടില്ല. പിന്നെ അടുത്തത് വരുന്നതും ഒരു ലോങ് ഇയറിംഗ് ആണ്, വെറൈറ്റി ആണ്. ഒരു 3 തട്ടുള്ള ഒരു ജുംക്കയാണ്. പിന്നെ വരുന്നത് ഒരു മൾട്ടി കളർ ഇയറിംഗ് ആണ്. ഇത് നമുക്ക് ഒരുവിധം കളർ ഡ്രസ്സിനൊക്കെ സ്യൂട്ട് ചെയ്യാം. ഇത് വരുന്നത് ബ്ലാക്ക് ഇയറിംഗ് ആണ്. ഒന്നെങ്കിൽ ബ്ലാക്ക് കുർത്തി അല്ലെങ്കിൽ വൈറ്റ് കുർത്തിക്കൊക്കെ മാച്ച് ആയിട്ടുണ്ടാവും. അടുത്തതും വരുന്നത് ഒരു മൾട്ടി കളറാണ്. ഒരുവിധം ഡ്രസ്സിനൊക്കെ സ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വാങ്ങിയിട്ടുള്ള ഇയറിങ്സ് എന്നൊക്കെ പറയുന്നത് ഒന്നെങ്കിൽ സൽവാസ് അല്ലെങ്കിൽ കുർത്തീസിനൊക്കെ നമുക്ക് സ്യൂട്ട് ചെയ്യാം. ഇതൊരു ജുമുക്കയാണ്. ഇത് സ്റ്റഡില്ല, ആ ജുമുക്കേൻ്റെ ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊരു ലോങ് ഇയറിംഗ് ആണ് വരുന്നത്, സിൽവർ ഷെയ്ഡ് വരുന്നത്, ബ്ലാക്ക് സ്റ്റോൺസ് ഉണ്ട് അതിൽ. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇയറിംഗ് ആണ്, ഒരു ബ്ലാക്ക് മെറ്റലിൻ്റെ വൈറ്റ് സ്റ്റോൺസ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതാണ് വാങ്ങിയിട്ടുള്ള നെക്ലേസ് എന്ന് പറയുന്നത്. ഇതിന് പെയറിംഗ് ആയിട്ടുള്ള ഇയറിങ്സും എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്, ചെറിയൊരു ഇയറിങ്സ് എൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പം ഇതാണ് 2ാമത്തെ നെക്ലേസ് എന്ന് പറയുന്നത്. ഇതൊരു ഫ്ലവർ ഡിസൈൻ ആണ്. അപ്പം ഇതിനും ഇയറിങ്സ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പം ഓരോ ഇയറിങ്സും ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പം നിങ്ങൾക്ക് ഞാൻ വാങ്ങിയിട്ടുള്ള ഇയറിങ്സ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്